കെ സുധാകരന് മുൻ KPCC പ്രസിഡന്റിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണോ UDF ജയിച്ചാൽ എന്നാണ്. മറ്റൊരു തീരുമാനമുണ്ട്, അതാണ് അതിനേക്കാളും വലിയ തീരുമാനം. അത് UDF ജയിക്കണോ എന്നാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങൾ കെ സുധാകരൻ വിചാരിച്ചാൽ UDFനെ പരാജയപ്പെടുത്താൻ കഴിയും. UDF പരാജയപ്പെടേണ്ടത് ഇപ്പോൾ കെ സുധാകരൻ്റെ കൂടി ആവശ്യമാണ്. എന്തുകൊണ്ട്? ഞാൻ മത്സരിച്ചിരുന്നുവെങ്കിൽ കണ്ണൂരും കാസർഗോഡും വയനാടിലും കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലും മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിയുമായിരുന്നു എന്ന് കെ സുധാകരന് പറയാം. കെ സുധാകരന് മറിച്ചൊരു കാര്യവും കൂടി പറയാം. ഞാൻ മത്സരിക്കാതിരുന്നത് കൊണ്ടാണ് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ചില ഭാഗങ്ങളിൽ UDFന് ഈ തിരിച്ചടി ഉണ്ടായത് എന്നും. ആ തിരിച്ചടി ഉണ്ടായാൽ മാത്രമേ കെ സുധാകരന് നാളെ കേരള രാഷ്ട്രീയത്തിൽ നിലയുള്ളൂ. എനിക്കൊരു വിലയും നിലയുമില്ല എന്ന് ദില്ലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കെ സുധാകരനെ നാം കണ്ടതാണ്. കെ സുധാകരന് നിലയും വിലയും വേണമെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, അതേപോലെ വയനാട്, കോഴിക്കോട് ജില്ലകളിലെങ്കിലും UDFന് തിരിച്ചടി നേരിടണം. കോഴിക്കോട് ജില്ല മാത്രമല്ല, കെ സുധാകരന് സ്വാധീനമുള്ള ജില്ല കൂടിയാണ് പാലക്കാട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ കെ സുധാകരന് സ്വന്തം അനുയായികളുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരില്ല, ഒരു സംശയവും വേണ്ട. അതാണ് കെ സുധാകരൻ്റെ ആവശ്യവും. കാരണം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും അവഹേളനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റായി കെ സുധാകരൻ വരുന്നത് നാം ഒന്ന് ഓർക്കണം. കെ സുധാകരൻ അന്ന് കോൺഗ്രസിൻ്റെ ആവേശമായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായിരുന്നു. എന്തിനാണ് കെ സുധാകരൻ വന്നത്? പിണറായി വിജയനെ താഴെയിറക്കാൻ, പിണറായി വിജയനെ എതിർക്കാൻ, താഴെയിറക്കാൻ, അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ. ഇതാ വരുന്നു കണ്ണൂരിൽ നിന്ന് പിണറായി വിജയന്റെ യഥാർത്ഥ എതിരാളി. ബ്രണ്ണൻ കോളേജിൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇനി തലസ്ഥാനത്ത് നടക്കും. ഇതൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് കെ സുധാകരൻ വരുമ്പോൾ ട്രെയിനിൽ വഴിനീള സ്വീകരണമായിരുന്നു. തിരുവനന്തപുരത്ത് അതിനേക്കാളും വലിയ സ്വീകരണമായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ സുധാകരനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിരുന്നു. എല്ലാ നേതാക്കളും കെ സുധാകരനെ സ്വീകരിക്കാൻ KPCC ആസ്ഥാനത്ത് എത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാകില്ല പലരുടെയും മനസ്സിൽ. പക്ഷേ ആ സുധാകരനാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ നാണം കെട്ട് കണ്ണൂരിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. ആരാണ് ഉത്തരവാദി? കെ സുധാകരനെ അറിയാം, അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന്. VD സതീശനും KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരനും തമ്മിലുള്ള പോര് പരസ്യമായതാണ്, രഹസ്യമല്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ നാം അത് കണ്ടതാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷവും അതേപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും ഒക്കെ നാം കണ്ടതാണ്. അതോടൊപ്പം കെ സുധാകരനും VD സതീശനും നയിച്ച ജാഥയുടെ ഘട്ടത്തിൽ എല്ലാം അവസാനം ആ പോര് ചെന്നെത്തിയത് കെ സുധാകരന്റെ പടിയിറക്കത്തിലാണ്. കെ സുധാകരനെ പ്രതികാരം ചെയ്യാൻ ഏറ്റവും നല്ല വഴിയാണ് മുന്നിലുള്ളത്. അത് കെ സുധാകരൻ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും അപമാനം സഹിച്ചൊരു കാലമുണ്ടായിട്ടില്ല. പോരാളിക്കൊരു പോരാളി എന്നൊക്കെ പറഞ്ഞ് CPMനെതിരെ ശക്തമായി സംസാരിക്കുകയും CPMനെതിരെ പോരാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിവേഷമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അനുയായികൾ തന്നെ നൽകിക്കൊണ്ടിരുന്നത്. ആ പരിവേഷമാണ് തകർന്ന് തരിപ്പണമായത്. ഇപ്പോൾ ആർക്കും വേണ്ടാതെ കണ്ണൂരിലെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നത്. അങ്ങനെ വീട്ടിലിരിക്കേണ്ട ആളാണോ കെ സുധാകരൻ? അല്ല എന്ന് സ്വന്തം അനുയായികളെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് കെ സുധാകരന്. കെ സുധാകരൻ അത് നിർവഹിക്കുമെന്ന് സംശയമില്ല. കെ സുധാകരനെ അറിയുന്നവർക്കെല്ലാം അത് നന്നായി അറിയുകയും ചെയ്യാം. എന്തായാലും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ VD സതീശൻ ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനാണ് ആദ്യ ക്ലെയിം. അത് മറികടക്കണമെങ്കിൽ UDF പരാജയപ്പെടുക തന്നെ വേണം. VD സതീശന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കണമെങ്കിലും UDF പരാജയപ്പെടണം. തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച VD സതീശന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു വഴി അത് UDFന് തിരിച്ചടി നൽകുക എന്നതായിരിക്കണം. അതിലേക്ക് തന്നെ കെ സുധാകരൻ പോകും. കാരണം കെ സുധാകരനെ അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ഊഹിക്കുക മാത്രമല്ല പരസ്യമായും ഉറപ്പിച്ചും പറയാൻ കഴിയും. അതുതന്നെ കെ സുധാകരൻ ചെയ്യുകയും ചെയ്യും.